അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ കോടതി സ്റ്റേ ചെയ്തു. സിയാറ്റിലിലെ ഫെഡറൽ ജഡ്ജാണ് സ്റ്റേ പ്രഖ്യാപിച്ചത്. 11 ദിവസത്തേക്ക് തുടർ നടപടികൾ സ്റ്റേ ചെയ്തതായി ജഡ്ജി അറിയിച്ചു. ട്രംപിന്റെ ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടതും. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന സ്വാഭാവിക ജന്മാവകാശ പൗരത്വം, അതായത് ഓട്ടോമാറ്റിക് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കുന്നതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. പ്രസിഡന്റായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഒപ്പുവെച്ച 28 പ്രധാന ഉത്തരവുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതുപ്രകാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും അമേരിക്കൻ പൗരത്വമില്ലാത്ത ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾക്കും പൗരത്വം ലഭിക്കില്ല. എന്നാൽ ഡെമോക്രാറ്റിക് നേതൃത്വം ഭരിക്കുന്ന 4 US സംസ്ഥാനങ്ങളിലും സിവിൽ റൈറ്റ് ഗ്രൂപ്പുകളും റിപ്പബ്ലിക്കനായ ട്രംപിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് US ഡിസ്ട്രിക്ട് ജഡ്ജ് ട്രംപിന്റെ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ പ്രഖ്യാപിച്ചതും. 4 അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ഉത്തരവിന് കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ, അരിസോണ, ഇല്ലിനോയിസ്, ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കോടതിയിലെത്തിയത്. US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചത് സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചത്. അതേപോലെ തന്നെ കേസ് പരിഗണിച്ച US ഡിസ്ട്രിക്ട് ജഡ്ജായ ജോൺ കൊഹനോർ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയായിരുന്നു. ജന്മാവകാശ പൗരത്വം ട്രംപ് റദ്ദാക്കിയതിനെതിരെ നേരത്തെ തന്നെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരുന്നു. 22 സംസ്ഥാനങ്ങളാണ് ഇതിനെതിരെ രംഗത്ത് വന്നതും. ട്രംപിന്റെ ഉത്തരവിനെതിരെ ഡെമോക്രാറ്റുകളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിരുന്നു. നിയമം വഴി നിലവിൽ വന്നതും ഭരണഘടനയുടെ ഭാഗവുമായ ഒരു സംവിധാനത്തെ വെറുമൊരു ഉത്തരവിലൂടെ ഇല്ലാതാക്കാനാകില്ല എന്നാണ് തീരുമാനത്തെ എതിർക്കുന്നവർ പറയുന്നത്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം. പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ജന്മാവകാശ പൗരത്വ സംവിധാനം ട്രംപ് റദ്ദാക്കിയതും. പുതിയ ഉത്തരവ് പ്രകാരം മാതാപിതാക്കളിൽ ഒരാൾ ആരെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ല എങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് US പൗരത്വം ലഭിക്കില്ല എന്നതായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ഹോസ്പിറ്റലുകളിൽ ദമ്പതികൾ ഫെബ്രുവരി 20 മുന്നേ തന്നെ പ്രസവിക്കാൻ വേണ്ടിയുള്ള C-സെക്ഷൻ ബുക്ക് ചെയ്യുന്നതിനായി എത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഫെബ്രുവരി 20 എന്ന തീയതിയിലേക്ക് മുന്നേ തന്നെ പ്രസവിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ജനനത്തിലൂടെ തന്നെ പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കുന്നതിലുള്ള അവസാന തീയതിയായിരുന്നു ഫെബ്രുവരി 20. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പരാമർശിക്കുന്ന തീയതി ഫെബ്രുവരി 20 ആയിരുന്നു. അതിനാൽ തന്നെ ഫെബ്രുവരി 19 വരെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും അമേരിക്കൻ പൗരത്വം ലഭിക്കും. അമേരിക്കൻ പൗരന്മാർ അല്ലാത്ത ദമ്പതികൾക്ക് ഫെബ്രുവരി 20 ശേഷം മക്കൾ ഉണ്ടായാൽ ഇവർക്ക് സ്വാഭാവിക അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല എന്നതായിരുന്നു ചുരുക്കം. ഇതിനാലായിരുന്നു ഫെബ്രുവരി 20 മുന്നേ തന്നെ പ്രസവം നടത്താൻ അമേരിക്കയിൽ താമസിക്കുന്ന ദമ്പതികൾക്ക് ഇത്രയും തിടുക്കം കൂട്ടിയതും. നേരത്തെയുള്ള പ്രസവം പലവിധ സങ്കീർണതകൾക്കും കാരണമാകുമെന്നിരിക്കെയായിരുന്നു ദമ്പതികളുടെ പിടിവാശിയുമായി രംഗത്ത് വന്നതും. എന്നാൽ ഇപ്പോൾ കോടതിയുടെ ഈ ഉത്തരവിനെ തുടർന്ന് തന്നെ ഇത് സ്റ്റേ നൽകിയതോടെ പകുതി ആശ്വാസത്തിലാണ് ദമ്പതിമാർ ഉള്ളതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.